ആവശ്യങ്ങളൊന്നുമില്ല. കണ്ണാടിയിലേക്ക് മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം. കണ്ണാടിയിൽ ഇന്നിവിടെ പറയാൻ പോകുന്നത് സജീറിന്റെ മുട്ട കാണുവാനില്ല എന്നൊരു കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ സജീറിന്റെ മുട്ട എന്ന് പറയുന്ന ഒരു കറുത്ത വാർത്തകൾ വീണ്ടും തുടരുന്നു. സജീറിന്റെ മുട്ട കാണുവാനില്ല. സജീറിന്റെ മുട്ട മഞ്ഞ കളറും പച്ച കളറും നീല കളറും ചേർന്ന ഒരു സൂപ്പർ നിരന്തരമുള്ള സാധനമാണ്. സജീറിന്റെ മുട്ട എടുത്ത ഞങ്ങളുടെ ബലമായി ഏതോ ഒരു പെൺകുട്ടിയാണ് സജീറിന്റെ മുട്ട കെട്ടിരുന്നതെന്നായിരുന്നു. ആ കുട്ടിക്ക് മുട്ട കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് സജീറിന്റെ കയ്യിൽ ഏൽപ്പിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ കള്ളുകുടിയുടെ സെറ്റിംഗ്സിന് വേണ്ടിയിട്ട് ഈ വിഷയം സംസാരിക്കാൻ വേണ്ടി നമ്മളുടെ നഗരത്തിലെ ബിലാലിക്ക് ആയിരത്തി ക്ഷണിച്ചു. വീട്ടിൽ ആൾക്കാർ കൂടിയിട്ടുണ്ട്. നമുക്ക് ആൾക്കാരോട് ചോദിക്കാം. പറയും സജീറിന്റെ മുട്ട ക്യാമറമാൻ സതീഷ് പ്രസാദിനെ കുറിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് സാക്ഷിയോ ന്യൂസ് റിപ്പോർട്ടർ നീ ഇവിടെ വേണം. സാക്ഷി അടുത്തത് സ്ത്രീകളുടെ പ്രതിനിധിയായ ശർമ്മയോട് ചോദിക്കും. ശർമ്മ പറയും. ആ ശർമ്മയ്ക്ക് അറിയില്ല. അടുത്താണ് ചോറുണ്ട്. ചോറിന് മുട്ടയില്ല. നിരാശയോടെ സജീവം ഭാരതത്തിൽ അവസാനം ഇതിന് വലിയൊരു മുട്ടക്കളങ്ങനെയുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. 18 വർഷമായി ഞാൻ പറയാം. നമ്മുടെ അടുത്ത് ഇവിടെ നമ്മുടെ സിക്യൂരിറ്റി കാര്യമായ ഉമ്മയോടെ ഉണ്ട്. ഉമ്മയുടെ സംസാരിക്കാം. ഉമ്മയുടെ അഭിപ്രായം പോടാ എന്നാണ്. ഇതിനെ കുറിച്ച് വ്യക്തമായി പറയാൻ നമ്മുടെ ഇവിടുത്തെ റോയൽ ഫാമിലിയുടെ താരമായ കാർത്തിക് ബാബുണ്ട്. വളരെ അടുത്ത് നമ്മുടെ ഇവിടുത്തെ ജില്ലാ സെക്രട്ടറിയായ പുതുനഗരം ഹാരിസിക്കുണ്ട്. ഹാരിസിക്കോട് നമ്മൾ സംസാരിക്കാം. ഹാരിസിക്ക ഈ മുട്ട പോയ കൊല്ലംകോട്ടുകാരൻ പ്രശാന്തിനോട് ചോദിക്കാം. കൊല്ലംകോട് പ്രശാന്തിനോട് ചോദിക്കാം. ഈ സജീറിന് മുട്ട പോയ കേസ് സാറിന് എന്തെങ്കിലും സംബന്ധമുണ്ടോ? സജീറിന്റെ ചോറൊക്കെ ഇതിന് വേണ്ടിയിട്ട് സജീറിന് വേണ്ടിയിട്ട് ഞങ്ങൾ നാളെ തൊട്ട് സമരം വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ സജീർ 18 വർഷമായി കൊണ്ടു നടക്കുന്ന ഒരു സാധനമാണ് നാരായണ. അടുത്ത നമ്മുടെ വടക്കഞ്ചേരിയിലെ താരമായ ദീപകോടുണ്ട്. വോളിബോൾ താരമാണ് ദീപക്. സജീറിന്റെ മുട്ട പോയി നിങ്ങൾക്ക് എന്തെങ്കിലും മുട്ട പോയതിൽ വളരെയധികം നമ്മളെല്ലാവരും ദുഃഖത്തിലാണ് ഇരിക്കുന്നത്. കാരണം സജീറിന്റെ 18 വർഷമായി മുട്ട പോയി ഈ പാവം മുട്ടി പ്രിൻസിപ്പളായ ഞങ്ങൾ ഇരുന്നിട്ട് ഇങ്ങനെ വൈകുന്നേരം 7 മണിക്ക് വാർത്തകൾ വിശദമായി പറയുന്ന വാർത്തകൾ എന്താണ് വാർത്തകൾ പറഞ്ഞു.
സ്വന്തം മുട്ട കാണാതായ സജീർ ഇവിടെ വിലാപ സങ്കടത്തിന് അങ്ങനെ ആഴ്ന്നു മുഴുകിയിരിക്കുന്നുണ്ട്. നമുക്ക് സജീറിനോട് ചോദിക്കാം, പുതുനഗരത്തിന് താരമായ സജീറിനോട് ചോദിക്കാം, മുട്ട ഇത്രയും കാലം സൂക്ഷിച്ചുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കാണാതെ പോയ മുട്ട എങ്ങനെ തിരിച്ചെടുക്കാതെ എങ്ങനെ തിരിച്ചെടുക്കാനാണ് പ്ലാനെന്ന് ചോദിക്കാം. ഒരു മുട്ട പോയ കർണാടകയിൽ ഒരു മുട്ട പോയ സംഭവം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ ദീർഘം കാലമായ മുട്ട പോയ സംഭവത്തെ അന്വേഷിച്ചു. നാളെ നമുക്കൊന്ന് കാണാം. അങ്കിത് വെള്ളപ്പേരെന്ന പേര് അപരനാമത്തിൽ അറിയപ്പെടുന്ന അങ്കിത്. പ്രതിയെ വീണ്ടെടുത്തിരിക്കുകയാണ്. അങ്കിതിനെ അറസ്റ്റ് അങ്കിത് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന വെള്ളപ്പേരിനെ ചില ദൃശ്യങ്ങൾ നിങ്ങളെ കാണാം. അതിനിടയിൽ ബാഗ് പോയ സംഭവത്തിലെ പ്രതിയെ ബാഗ് തിരിച്ചു കിട്ടിയതായി വാർത്ത ലഭിച്ചിട്ടുണ്ട്. ആ ബാഗ് തിരിച്ചെടുക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ബാഗ് കണ്ടെടുത്ത് കിട്ടിയ ആ കുട്ടി വളരെ ഇതോടെ ഇന്നത്തെ വാർത്താ ബുള്ളറ്റിൻ അവസാനിപ്പിച്ചു.